ക്ലിയർ അല്ലേ മുത്ത്? ഇതൊക്കെ ഇട്ടോളൂ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. എപ്പോഴേ തുടങ്ങി? 16 സെക്കൻഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോലെ പോവാണ്. ബീച്ച് വരെയാണ് പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശിച്ചത്. അപ്പൊ അടുത്തൊന്നും മിണ്ടാണ്ടിരിക്കാം. സ്റ്റാർട്ട് ചെയ്താം. അപ്പൊ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ബീച്ചിൽ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഫാമിലി വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അത് വേണ്ട, ഞാൻ നിങ്ങളത് എടുക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിയാടാ. ആ ഇങ്ങോട്ട് നോക്കിയേ. ഇഷ്ടായ 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 കുട്ടൂസ ഉപ്പുവെള്ളത്തില് കുളിച്ചാ? ഇഷ്ടായോ? നമ്മളെവിടെ വന്നേക്കണ? ബീച്ച് പറഞ്ഞേ. ചേച്ചി പെണ്ണ് എവിടെ? ചേച്ചി പെണ്ണ് അവിടെ മണ്ണ് മാന്തി കളിക്കുന്നുണ്ട്. ഗോപുരം ഉണ്ടാക്ക സാർ. എവിടെ എവിടെ ഒന്നനക്കു അതിനെ. ആ കയ്യോണ്ടാക്കി ഉണ്ടാക്കുമല്ലോ. പരന്നത് അത് ഉണ്ടല്ല, പരന്നിട്ടിരിക്കണത് അല്ല രണ്ടിന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോവാ. അത് ശരിക്കും ജീവി പോലെ പോണേ. ഞണ്ടില്ലേ ഒരു സൈഡിലത് കാലുണ്ടാവുള്ളൂ. ഈ രണ്ട് സൈഡിൽ
ഇസയാണ് കൂടുതൽ എൻജോയ് ചെയ്തത് ബീച്ചിൽ പോയിട്ട്. ഇസയും കുട്ടൂസും അതെ കേട്ടോ. ഇസയ്ക്ക് പോരുന്ന സമയത്ത് പോരണമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആൾ കളിക്കാനായിട്ട് കുറേ ഐറ്റംസൊക്കെ വീട്ടിൽ നിർത്തോണമെന്നുണ്ടായിരുന്നു, ഈ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ. നമ്മളതൊന്നും വണ്ടി നിർക്കാൻ സമ്മതിച്ചില്ല. ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രമേ എടുത്തുള്ളൂ. അത് വെച്ച് ആൾ പേര് എഴുതലും അതുപോലെ തന്നെ ബട്ടർഫ്ലൈനെ വരയ്ക്കാം, സർക്കിൾ വരയ്ക്കാം, അങ്ങനെ മാക്സിമം ആൾ പറ്റാവുന്ന അത്രയും എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഈ ബീച്ചിൽ എന്താ പറയുക, കര ഭയങ്കര കുറവായിരുന്നു, മണലിട്ടിട്ടുള്ള ആ ഒരു സ്പേസ് കുറവായിരുന്നു. കുറേ സ്പേസും ഫുള്ള് ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിക്കായിരുന്നു. പിന്നെ നന്നായിട്ട് തിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പേസ് കുറവാണ്, പക്ഷെ ഉള്ള സ്പേസിൽ ആൾ നന്നായിട്ട് മാക്സിമം വരച്ചും എന്താ പറയുക മൊത്തത്തിൽ എൻജോയ് ചെയ്ത് നന്നായിട്ട് കളിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ സൺസെറ്റൊന്നും കാണാൻ നിന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നായിരുന്നു. നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആയതുകൊണ്ടും നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോരുന്ന ടൈമിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നായിരുന്നു. വരുന്ന ടൈമിൽ നല്ല ട്രാഫിക്കും ഭയങ്കര അത്രയും ബ്ലോക്കായിരുന്നു. അതായത് ബീച്ചിൻ്റെ അവിടെ നിന്ന് തൊട്ട് മെയിൻ റോഡ് വരെ നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു. ഇങ്ങനെ വരിയായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയിട്ടൊരു ചെറിയൊരു വ്ളോഗാണ്. ഫുൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകണത്. ബീച്ചിൽ പോകണത് തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ്. കൊറോണ വന്നതിന് ശേഷം പോയിട്ടേ ഇല്ല. ഇപ്പോഴും അത്ര സേഫൊന്നും അല്ലാന്നറിയാം, പക്ഷേ എന്തോരം നാളല്ലേ നമ്മളിങ്ങനെ പുറത്തൊന്നും പോകാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാം. അപ്പം അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പോൾ ഒരു അയ്യോ നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ നേരം പിള്ളേരിങ്ങനെ കളിച്ച് എൻജോയ് ചെയ്തു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ പോരാൻ നിന്നായിരുന്നു. സൺസെറ്റൊന്നും കാണാൻ നിന്നില്ല, അതിന് മുന്നേ തന്നെ ഞങ്ങൾ പോന്നു. പിന്നെ പോരുന്ന ടൈമിലാണ് ആളുകൾ കുറേ പേര് വരുന്നുണ്ടായിരുന്നത് സൺസെറ്റൊക്കെ കാണാനായിട്ട്. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് പോലെ ഇങ്ങനെ സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ എഴുതിയിട്ട് മീൻ, അക്വേറിയത്തിലിടുന്ന മീൻ ഫൈറ്റർ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കടകൾ, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ്. നോർമലി ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കുറേ അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമായപ്പോൾ. ഞങ്ങൾ വന്ന ടൈമിൽ ഇതൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. 2 സൈഡിലും വണ്ടികളായിട്ട് മെയിൻ റോഡ് വരെ തന്നെ, ബീച്ച് തൊട്ട് മെയിൻ റോഡ് വരെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് നമ്മൾ ബീച്ച് വരെ പോയി ഒരു ഫാമിലി ആയിട്ടുള്ളൊരു കുഞ്ഞ് ട്രിപ്പ് പോലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി കണ്ടന്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.